ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC, LDC, LGS മുതലായ എല്ലാവിധമായ പരീക്ഷകൾക്കും ജോഗ്രഫിയിൽ നിന്നും ചോദിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള ഉപദ്വീപീയ നദികളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് ഗോദാവരി, കൃഷ്ണ, മഹാനദി, നർമ്മദ, കാവേരി. ഉപദ്വീപീയ നദികളുടെ സവിശേഷതകൾ നോക്കാം. വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം, കൂടുതൽ ജലസേചന ശേഷി, അപരദന തീവ്രത കുറവാണ്, ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത കുറവാണ്, കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. നമുക്ക് നർമ്മദയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനം അമർകണ്ടക് പീഠഭൂമിയിലെ മൈക്കല പർവ്വത നിരകളാണ്. മധ്യപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ആയിട്ടുള്ള ഉപദ്വീപീയ നദിയാണ് നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെയാണ് ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് നർമ്മദ. നർമ്മദ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് രേവ എന്നാണ്. വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും രണ്ടായിട്ട് വിഭജിക്കുന്ന നദി നർമ്മദ. നർമ്മദ എന്ന വാക്കിനർത്ഥം സന്തോഷം നൽകുന്നത്. ഡെക്കാൻ പീഠഭൂമിയിലെയും മാൾവ പീഠഭൂമിയിലെയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. മധ്യപ്രദേശിൻ്റെ ജീവൻ രേഖ എന്നും അറിയപ്പെടുന്നു. നർമ്മദ നദിയുടെ നീളം 1312 കിലോമീറ്റർ. പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ നർമ്മദയുടെ സ്ഥാനം 3. നർമ്മദ ഒഴുകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ നോക്കിയാൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് ഒക്കെയാണ്. നർമ്മദാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് താവ, ബെഞ്ചാർ, ബർണ, ഷേർ, ഹിരൺ എന്നിവയൊക്കെ. നർമ്മദാ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി താവ. നർമ്മദാ നദിയുടെ തീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ആണ് ഹോംശംബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ, മാൻ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദ. നർമ്മദാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. നർമ്മദാ നദിയിൽ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് സർദാർ സരോവർ, ഇന്ദിരാസാഗർ, ഓംകാരേശ്വർ. നർമ്മദാ നദീതല തർക്ക പരിഹാര ട്രൈബ്യൂണൽ NWDT സ്ഥാപിതമായത് 1969 ഒക്ടോബർ മാസം 6-ാം തീയതി. NWDTയുടെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് V. രാമസ്വാമി. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളൻ ആണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ നർമ്മദ ബച്ച ആന്തോളൻ സംഘടനയുടെ നേതാവാണ് മേധാ പട്കർ. മേധാ പട്കർ രൂപീകരിച്ച പാർട്ടി പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട്. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരം നർമ്മദ. റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ദ ജംഗിൾ ബുക്സിൽ പരാമർശിക്കുന്ന ദേശീയ ഉദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം. ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയ നദീതീരം നർമ്മദ. നർമ്മദ അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശം ഗൾഫ് ഓഫ് കമ്പത്ത് അറബിക്കടലിലാണ്. അടുത്തതായിട്ട് താപ്തി നദി. താപ്തി നദിയുടെ ഉത്ഭവം മുൾത്തായ് പീഠഭൂമിയാണ്. മധ്യപ്രദേശിലെ മുൾത്തായ് പീഠഭൂമി. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് താപ്തി. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി താപ്തി. താപ്തി നദിയുടെ നീളം 724 കിലോമീറ്റർ. താപ്തി നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് സൂററ്റ്. താപ്തി നദി അറിയപ്പെട്ടിരുന്ന പേര് താപി എന്നാണ്. നർമ്മദയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് താപ്തി. താപ്തി നദിയുടെ പോഷക നദികൾ പൂർണ്ണ, അനർ, ഗിർന, ബേത്തൽ, പത്കി, സുഗി, പഞ്ച്ഹാരം എന്നിവയൊക്കെയാണ്. നർമ്മദാ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി താപ്തി നദിയാണ്. താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ ഉക്കായ്, ഖക്രപ്പാറ എന്നിവയൊക്കെയാണ്. ഉക്കായ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി താപ്തി. താപ്തി നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. അടുത്തതായിട്ട് മഹാനദി. മഹാനദിയുടെ ഉത്ഭവം
സിംഹാവ മലനിരകളാണ്. ഛത്തീസ്ഗഡിലെ സിംഹാവ മലനിരകളിലാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. മഹാനദിയുടെ നീളം 857 കിലോമീറ്റർ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ടെൽ, ഇബ്, ശിയോനാഥ്. മഹാനദി ഒഴുകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ നദിയാണ് ശിയോനാഥ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ശിയോനാഥ്. മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾ സാമ്പൽപൂർ, കട്ടക്കൊക്കെയാണ്. മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. പാരാദ്വീപ് തുറമുഖം മഹാനദിയുടെ തീരത്താണ്. മഹാനദിയുടെ പതനം ബംഗാൾ ഉൾക്കടലിലാണ്. അടുത്തതായിട്ട് കൃഷ്ണാനദി. കൃഷ്ണാനദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലാണ്. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണാനദി. ഏകദേശം 1400 കിലോമീറ്റർ നീളമുണ്ട്. കൃഷ്ണാനദി അറിയപ്പെടുന്ന പേരുകൾ പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നൊക്കെയാണ്. കൃഷ്ണാനദിയുടെ പോഷക നദികളാണ് തുംഗഭദ്ര, കൊയ്ന, ഭീമ, ദൗഡപ്രഭ, മാലപ്രഭ, പാഞ്ചഗംഗ, മൂസി എന്നിവയൊക്കെ. കൃഷ്ണാനദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി തെലുങ്ക് ഗംഗ പദ്ധതി. കൃഷ്ണാനദിയിൽ നിന്നും സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് നാഗാർജുന സാഗർ അണക്കെട്ടും അലമാട്ടി അണക്കെട്ടും. കൃഷ്ണാനദിയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം വിജയവാഡ. കൃഷ്ണാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം കൃഷ്ണ. അടുത്തതായിട്ട് കാവേരി. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം ബ്രഹ്മഗിരി കുന്നുകളാണ്. കർണാടകത്തിലെ കുടക് ജില്ലയിലെ തലക്കാവേരിയിലാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. കാവേരി നദി അറിയപ്പെടുന്ന പേര് ദക്ഷിണ ഗംഗ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാമായിട്ടുള്ള ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. കാവേരി നദിയുടെ നീളം 800 കിലോമീറ്റർ. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കാവേരി. നയാഗ്ര ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം. കാവേരി നദിയുടെ പോഷക നദികളാണ് അർക്കാവതി, ഹരംഗി, ലക്ഷ്മണതീർത്ഥ, ഭവാനി, അമരാവതി, കബനി, പാമ്പാർ എന്നിവയൊക്കെ. കാവേരി നദിയുടെ തീരത്തുള്ള പട്ടണങ്ങൾ ഈറോഡ്, മേട്ടൂർ, ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ. ഇന്ത്യയുടെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള ശിവാനാസമുദ്രം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി കാവേരി. കാവേരി നദീജല പ്രശ്നം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകയും തമ്മിലാണ്. കാവേരി നദീജല തർക്കപരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം 1990. ബംഗളൂരു നഗരത്തിലെ കുടിവെള്ളം ലഭ്യമാകുന്ന കാവേരിയുടെ പോഷക നദി അർക്കാവതി. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഭവാനി, പാമ്പാർ, കബനി. കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കർണാടകത്തിലെ മൈസൂരുവിലെ ഉള്ള ഡാമാണ് കൃഷ്ണരാജസാഗർ ഡാം. അടുത്തതായിട്ട് ഗോദാവരി. ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം നാസിക്കിലെ ത്രയംബക കുന്നുകളാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക കുന്നുകളാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. 1465 കിലോമീറ്റർ നീളമാണ് ഇതിനുള്ളത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി കൂടിയാണ് ഗോദാവരി. ഗോദാവരി നദി അറിയപ്പെടുന്ന പേര് വൃദ്ധഗംഗ. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണിത്. ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ശബരി, പ്രാണഹിത, പൂർണ, ഇന്ദ്രാവതി, മഞ്ചീര. ഗോദാവരിയുടെ തീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ നാസിക്, നിസാമാബാദ്, രാജമുന്ദ്രി.
അടുത്തതായിട്ട് നദീതീര പട്ടണങ്ങളെക്കുറിച്ച് നോക്കാം. വാരണാസി സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്, ഗംഗാ നദീതീരത്ത്. പാറ്റ്ന ഗംഗാ നദീതീരത്ത് ബീഹാറിൽ സ്ഥിതി ചെയ്യുന്നു. ഹരിദ്വാർ ഗംഗയിലാണ്, ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. ബക്സാറും ഗംഗാ നദീതീരത്ത് ബീഹാറിൽ. ഋഷികേശ് ഗംഗാ നദീതീരത്ത് ഉത്തരാഖണ്ഡിലും കാൺപൂർ സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദീതീരത്ത് ഉത്തർപ്രദേശിലുമാണ്. ഡൽഹി സ്ഥിതി ചെയ്യുന്നത് യമുന നദീതീരത്ത് ഡൽഹിയിൽ. മധുര യമുന നദീതീരത്ത് ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ആഗ്ര യമുന നദീതീരത്ത് ഉത്തർപ്രദേശ്. ലക്നൗ ഗോമതി നദീതീരത്ത് ഉത്തർപ്രദേശ്. അയോധ്യ സ്ഥിതി ചെയ്യുന്നത് സരയൂ നദീതീരത്താണ് ഉത്തർപ്രദേശിൽ. ലുധിയാന സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്, സത്ലജ് നദീതീരത്ത്. ചെന്നൈ സ്ഥിതി ചെയ്യുന്നത് കൂവം, അടയാർ തുടങ്ങിയ നദീതീരത്താണ്, തമിഴ്നാട്ടിൽ. മധുരൈ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ വൈഗാ നദീതീരത്ത്. നാസിക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഗോദാവരി നദീതീരത്തുമാണ്. രാജമുന്ദ്രി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ ഗോദാവരി നദീതീരത്ത്. തഞ്ചാവൂർ തമിഴ്നാട്ടിലെ കാവേരി നദീതീരത്ത്. മൈസൂരു സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ കാവേരി നദീതീരത്താണ്. തിരുച്ചിറപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കാവേരി നദീതീരത്താണ്. അതേപോലെ അമരാവതി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്, കൃഷ്ണ നദീതീരത്ത്. വിജയവാഡ ആന്ധ്രാപ്രദേശിൽ കൃഷ്ണ നദീതീരത്ത്. തിരുനെൽവേലി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ താമ്രഭരണി നദീതീരത്താണ്. മംഗലാപുരം കർണാടകത്തിലെ നേത്രാവതി നദീതീരത്ത്. ഹംപി സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ തുംഗഭദ്ര നദീതീരത്ത്. ഹൗറ പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. കൊൽക്കത്തയും പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദീതീരത്താണ്. റാഞ്ചി ജാർഖണ്ഡിലെ സുബർണരേഖ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ജംഷഡ്പൂർ ജാർഖണ്ഡിലെ സുബർണരേഖ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഗുവാഹത്തി ആസാമിലെ ബ്രഹ്മപുത്ര നദീതീരത്തും സ്ഥിതി ചെയ്യുന്നു. ദിബ്രുഗഡും ആസാമിലെ ബ്രഹ്മപുത്ര നദീതീരത്ത്. കട്ടക്ക് ഒഡീഷയിലെ മഹാനദീതീരത്ത്. സാമ്പൽപൂർ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ മഹാനദീതീരത്താണ്. ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ ചലം നദീതീരത്താണ്, ജലം. ഗ്വാളിയാർ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ചമ്പൽ നദീതീരത്തും കോട്ട സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ചമ്പൽ നദീതീരത്തുമാണ്. അജ്മീർ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ലൂണി നദീതീരത്താണ്. പനാജി സ്ഥിതി ചെയ്യുന്നത് ഗോവയിലെ മണ്ഡോവി നദീതീരത്തും. ഹോഷങ്കാബാദ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ നർമ്മദ നദീതീരത്തും ജബൽപൂരും മധ്യപ്രദേശിലെ നർമ്മദ നദീതീരത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ഉജ്ജയിനി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ക്ഷിപ്ര നദീതീരത്ത്. ബംഗളൂരു സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ വൃക്ഷഭാവതി നദീതീരത്ത്. സൂററ്റ് ഗുജറാത്തിലെ താപ്തി നദീതീരത്തും ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലെ മൂസി നദീതീരത്താണ്. അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ സബർമതി നദീതീരത്താണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ. ഉക്കായ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ താപ്തി നദിയിലും പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ ബിയാസ് നദിയിലുമാണ്. കക്രപ്പാറ ഗുജറാത്തിലെ താപ്തിയിലും ഫറാക്ക ബാരേജ് ബംഗാളിലെ ഗംഗാ നദിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിരാക്കുഡ് ഒഡീഷയിലെ മഹാനദിയിലും സർദാർ സരോവർ ഗുജറാത്തിലെ നർമ്മദ നദിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാസാഗർ മധ്യപ്രദേശിലെ നർമ്മദ നദീതീരത്തും ഗാന്ധിസാഗർ മധ്യപ്രദേശിലെ ചമ്പൽ നദിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓംകാരേശ്വർ മധ്യപ്രദേശിലെ നർമ്മദയിലും ഉറി ജമ്മു ആൻഡ് കാശ്മീരിലെ ചലം നദിയിലുമാണ്. ബഗ്ലിഹാർ ജമ്മു ആൻഡ് കാശ്മീരിലെ ചിനാബ് നദിയിലും ദുൽ ഹസ്തിയും ജമ്മു ആൻഡ് കാശ്മീരിലെ ചിനാബിലും സലാലും സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ ചിനാബ് നദിയിലാണ്. തെയ്ൻ അഥവാ രഞ്ജിത് സാഗർ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ രവി നദിയിലാണ്. തെഹ്രി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ ഭഗീരഥി. കൊയ്ന മഹാരാഷ്ട്രയിലെ കൊയ്നയിലും നിസാം സാഗർ തെലങ്കാനയിലെ മഞ്ചീരയിലും ഫക്ര സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ സത്ലജിലുമാണ്.
നങ്കൽ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ സത്ലജ്. ബൻസാഗർ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ സോൺ. ശ്രീശൈലം ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ നദിയിലുമാണ്. നാഗാർജുന സാഗർ തെലങ്കാന ആന്ധ്രാപ്രദേശിലുമായിട്ട് കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അലമാട്ടി കർണാടകത്തിൽ കൃഷ്ണ നദിയിലാണ്. തുംഗഭദ്രയും കർണാടകത്തിൽ തുംഗഭദ്ര നദിയിൽ തന്നെയാണ്. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്, റിഹാന്ത് നദിയിൽ. കൃഷ്ണരാജ സാഗർ സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ കാവേരി നദിയിലും മേട്ടൂർ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ കാവേരി നദിയിലുമാണ്. കല്ലനെ ഗ്രാൻഡ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കാവേരിയിലാണ്. പൊളാവാരം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ ഗോദാവരി നദിയിലുമാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഉപദ്വീപീയ നദികളായ ഗോദാവരി, കൃഷ്ണ, മഹാനദി, നർമ്മദ, കാവേരി എന്നിവയെക്കുറിച്ചുള്ള ഒരു വിവരണവും അതോടൊപ്പം നദീതീര പട്ടണങ്ങളും ഇന്ത്യയിലെ അണക്കെട്ടുകളെക്കുറിച്ചുമുള്ള ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റായിട്ട് എന്നെ രേഖപ്പെടുത്തി അറിയിക്കുവാനും ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് PSC റിലേറ്റഡ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.